السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ എല്ലാ രോഗങ്ങൾക്കും മന്ത്രിക്കാൻ ആവശ്യമായതും അതുപോലെ തന്നെ രണ്ട് ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം കിട്ടാനുള്ളതും, അതുപോലെ ഇപ്പോൾ നായയുടെ ശല്യം ഒരുപാട് കൂടുതലാണ്. വഴിയോരങ്ങളിൽ നായകൾ കൂട്ടം കൂടി കിടക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് വന്നേക്കാം, പക്ഷെ ചിലപ്പോൾ ഇവകൾ ചാടി വന്ന് കടിക്കുന്നു. എന്നാൽ ഇനി വഴിയിൽ കിടക്കുന്ന നായയായാലും വീട്ടിൽ വളർത്തുന്ന നായയായാലും പേപ്പട്ടിയായാലും നായകൾ കടിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമാണ്. പല ആവശ്യങ്ങൾക്കുമുള്ള നിങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള നിങ്ങൾക്ക് ഓതാനുള്ള സൂറത്തുകളും ആയത്തുകളുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. എല്ലാവരും പൂർണ്ണമായും കേൾക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ആദ്യമായി ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പലരും ദുആരക്കാൻ പറയാറുണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആരക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും ദുആരക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇനി നമുക്ക് നോക്കൂ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നഹ്ൽ നമുക്കൊക്കെ അറിയാം, 16-ാമത്തെ സൂറത്താണ്. സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നു, ഈ സൂറത്തുൻ നഹ്ലിനെ 108 പ്രാവശ്യം ഒരേ ഇരിപ്പിലിരുന്ന് ഒരാൾ ഓതിയാൽ ശത്രുക്കളുടെ സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും അവന് പരിപൂർണമായി സംരക്ഷണം കിട്ടുന്നതാണ്. അതെപ്പോഴെങ്കിലും ഇപ്പോൾ നല്ല ഒഴിവുള്ള സമയം വേണം. 108 പ്രാവശ്യം ഓതണം. ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. 108 പ്രാവശ്യം ഓതണം. സൂറത്തുൻ നഹ്ലിനെ 108 പ്രാവശ്യം ഒരാൾ ഒറ്റ ഇരിപ്പിലിരുന്ന് ഓതണം. ഇരുന്ന് ഓതിയാൽ ഒരിക്കലും ഒരൊറ്റ ശത്രുക്കളുടെ ശല്യം അവൻ ഏൽക്കുന്നതല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി സൂറത്തുൻ നഹ്ൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് 17-ാമത്തെ സൂറത്ത് ഏതാ 17-ാമത്തെ സൂറത്ത്? സൂറത്തുൽ ഇസ്രാ ആണ്. സൂറത്തുൽ ഇസ്രാ. ആ 17-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്രാ രണ്ട് ലോകത്ത് നമുക്ക് വിജയം കിട്ടാൻ ആവശ്യമായ ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ എല്ലാ ദിവസവും 7 പ്രാവശ്യം ഓതിയാൽ രണ്ട് ലോകത്തും വിജയം ഉറപ്പാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. രണ്ട് ലോകത്തും ദുനിയാവിലും ആഖിറത്തിലും ആ മനുഷ്യന് വിജയം ഉറപ്പാണ്. ഒരു ദിവസം 7 പ്രാവശ്യം ഓതണം. സൂറത്തുൽ ഇസ്രാ 7 പ്രാവശ്യം ഓതണം. അങ്ങനെ ഓതിയാലാണ്. അങ്ങനെ എല്ലാ ദിവസവും പതിവാക്കുകയും വേണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കഴിയുന്നവർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. കഴിയുന്നവരൊക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ശൈത്വാൻ മൂലമുള്ള രോഗങ്ങൾ പല രൂപത്തിലുണ്ട്. സിഹറിനാൽ വരുന്ന രോഗമുണ്ട്, ശൈത്വാനിയത്തിനാൽ വരുന്ന രോഗമുണ്ട്, അതല്ലാത്ത സാധാ രോഗവും ഉണ്ട്. ഇങ്ങനെ ശൈത്വാൻ മൂലമുണ്ടാകുന്ന രോഗം, ശൈത്വാനിയത്ത് ബാധിച്ച കാരണത്താൽ നമുക്കുണ്ടാകുന്ന ചില ശരീരവേദന ഉണ്ടാകും, ശക്തമായ തലവേദന ഉണ്ടാകും, നെഞ്ചുവേദന ഉണ്ടാകും, കൈകാൽ കഴച്ചിലുണ്ടാകും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അങ്ങനെ ശൈത്വാൻ മൂലമുള്ള രോഗം ബാധിച്ചാൽ സൂറത്തുൽ ഇസ്രായിലെ 45, 46 ആയത്തുകൾ ഓതിയാൽ ശൈത്താൻ മൂലമുള്ള രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ 45, 46 ആയത്തുകൾ 45, 46 ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ ഇഷ്ഫി എന്ന് നമ്മുടെ നെഞ്ചിലേക്ക് മന്ത്രിച്ചൂതുക. ഒരല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചൂതിയിട്ട് വെള്ളം കുടിക്കുക, അല്പം എടുത്ത് മുഖം കഴുകുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശൈത്താൻ മൂലമുള്ള രോഗം മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 ആയത്ത് ഓതിയിട്ട് ഒരു 11 പ്രാവശ്യം ഇത് ഓതിയിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിൽ മന്ത്രിച്ചൂതി, കുളിക്കുന്ന വെള്ളത്തിൽ മന്ത്രിച്ചൂതിയിട്ട് കുളിക്കുക. അപ്പോഴും വലിയ ഫലം കിട്ടുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊന്ന്, യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രാഇൻ്റെ 81-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇസ്രാഇൻ്റെ 81-ാമത്തെ ആയത്ത് നമ്മൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് ലക്ഷ്യത്തിലെത്തുമ്പോഴും, യാത്ര പുറപ്പെടുമ്പോഴും ലക്ഷ്യത്തിലെത്തുമ്പോഴും മടങ്ങി വരുമ്പോഴും നമ്മൾ ഓതിയാൽ ആ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ സൂറത്തുൽ ഇസ്രാ എന്ത് ചെയ്യുക? 81-ാമത്തെ ആയത്ത് യാത്ര പുറപ്പെടുമ്പോൾ ഓതുക, ലക്ഷ്യത്തിൽ എവിടെയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ ഓതുക, അതുപോലെ അവിടെ തിരിച്ച് മടങ്ങി വരുമ്പോൾ നമ്മൾ ഓതുക. അങ്ങനെ ഓതിയാൽ
നമ്മുടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരികയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം. അതുപോലെ എല്ലാ രോഗങ്ങൾക്കും സൂറത്തുൽ ഇസ്രാഇൻ്റെ 82-ാമത്തെ ആയത്ത് എന്ത് ചെയ്യുക വളരെ ഉത്തമമാണ്. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത് എല്ലാ രോഗങ്ങൾക്കും, എല്ലാ വ്യാധികൾക്കും, എല്ലാ മഹാവ്യാധികൾക്കും, എല്ലാ രോഗങ്ങൾക്കും ഉത്തമമാണ്, പരിഹാരമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരു സ്ത്രീ ഒരിക്കൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഈ കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് മയക്കമുണ്ടാകുന്നു, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മയങ്ങിപ്പോവുകയാണ്. സാധാരണ ഉറങ്ങുന്ന സമയത്തല്ലാതെ ഇരിക്കുന്ന ഇരിപ്പിൽ പെട്ടെന്ന് മയങ്ങിപ്പോകുന്നു, ഒരു ബോധക്കേട് വരുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ 82-ാമത്തെ ആയത്ത് അതാ ഓതിയിട്ട് ആ കുഞ്ഞിനെ മന്ത്രിച്ചൂതി കൊടുക്കുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് സുഖം പ്രാപിക്കുകയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ 82-ാമത്തെ ആയത്ത് ഏത് രോഗങ്ങൾക്കും മന്ത്രിച്ചൂതിയാൽ സുഖം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതൊക്കെ എല്ലാവരും മന്ത്രിക്കാൻ പറ്റും, എല്ലാവരും മന്ത്രിക്കണം. അതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 108-ാമത്തെ ആയത്ത് ഓതി നമ്മൾ മന്ത്രിച്ചൂതുക, അതല്ലെങ്കിൽ പിഞ്ഞാണം എഴുതിയിട്ട് വായിച്ച് നമ്മൾ കുടിക്കുക. അങ്ങനെ ചെയ്താൽ എല്ലാ രോഗങ്ങൾക്കും ശിഫ കിട്ടുന്നതാണ്, എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി സൂറത്തുൽ കഹ്ഫ്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ സൂറത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും ഈ സൂറത്തിനെ നമ്മൾ ഓതിയാൽ നമ്മുടെ ഹൃദയം തെളിയുന്നതാണ്, ഹൃദയം പ്രകാശിക്കുന്നതാണ്, നമ്മുടെ ഉള്ളു തെളിയുന്നതാണ്, നമ്മൾ നന്നാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഈ സൂറത്തിനെ നമ്മൾ ഓതിയാൽ. അടുത്തെന്താ, ഈ സൂറത്തുൽ കഹ്ഫ് നമ്മുടെ കടം തീരാനും മറ്റുള്ളവർക്കിടയിൽ നമുക്ക് മതിപ്പ് വർദ്ധിക്കാനും നമ്മുടെ വരുമാനം വർദ്ധിക്കാനും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ ഒരു വെള്ളിയാഴ്ച മുതൽ മറുവെള്ളി വരെ ഒരേ സമയത്ത് നിത്യവും ഓതിയാൽ, അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് വെക്കുക, ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ഒരു 10 മണിക്ക് ഓതി, എന്നാൽ പിറ്റേന്ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഓതുക, ഞായറാഴ്ച 10 മണിക്ക് ഓതുക, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, അടുത്ത വെള്ളി വരെയും എന്ത് ചെയ്യുക, അതേ സമയത്ത് തന്നെ ആദ്യത്തെ വെള്ളിയാഴ്ച ഏത് സമയത്താണോ ഓതിയത് അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും നമ്മളങ്ങനെ ഓതിയാൽ ഒരു വെള്ളി മുതൽ അടുത്ത വെള്ളി വരെ ഒരേ സമയത്ത് നിത്യവും എല്ലാ ദിവസവും ഓതിയാൽ അവൻ്റെ എല്ലാ കടങ്ങളും തീരുന്നതാണ്, അവൻ്റെ എല്ലാ കടങ്ങളും വീടുന്നതാണ്. അതുപോലെ അവന് മറ്റുള്ളവർക്കിടയിൽ നല്ല മതിപ്പ് വർദ്ധിക്കുന്നതാണ്, സമ്പത്ത് വർദ്ധിക്കുന്നതാണ്, വരുമാനം വർദ്ധിക്കുന്നതാണ്, പോരാ ഖബറിൽ വലിയ പ്രകാശം ലഭിക്കുന്നതാണ്, ഖബറിൽ വലിയ പ്രകാശവും ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ ഖബറിൽ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഖബറിൽ വലിയ പ്രകാശം കിട്ടാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. കഴിയുന്നവരൊക്കെ പാരായണം ചെയ്യണം. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളി വരെ ഒരേ സമയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, നായ കടിക്കാതിരിക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നായശല്യം കൂടുതലാണിപ്പോൾ. കുട്ടികളെയാണെങ്കിലും വലിയവരെയാണെങ്കിലൊക്കെ ഓടിച്ചിട്ട് കടിക്കല്ലേ. ഇപ്പോൾ പട്ടിയെ കൊല്ലാൻ പറ്റില്ല നിയമമല്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കടിമേടിക്ക് എല്ലാവരും അതിൻ്റെ കടിമേടിക്കുകയാണ്. പട്ടി കടിച്ചാലോ ഇത് പേ പിടിച്ച പട്ടിയാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വീണ്ടും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുക, എത്ര ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിൻ്റെ പഥ്യം നോക്കണം. ഇത് പേയുള്ള പട്ടിയാണെന്ന് സൂക്ഷിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നായ കടിക്കാതിരിക്കാൻ, നായയുടെ ശല്യം നമുക്ക് കേൾക്കാതിരിക്കാൻ, നമ്മളെ കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫിൻ്റെ 18-ാമത്തെ ആയത്ത് ഓതുക. സൂറത്തുൽ കഹ്ഫിൻ്റെ 18-ാമത്തെ ആയത്ത് ഓതിയിട്ട് വേണം പോകാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ. അതുപോലെ യാത്രയിലും നമ്മൾ ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, സൈക്കിളിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിൻ്റെ 18-ാമത്തെ ആയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഓതുക. ഓതിയാൽ നായ ശല്യം നമുക്ക് കേൾക്കുകയില്ല. ഇനി നമുക്ക് കൃത്യസമയത്ത് ഉണരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ. ചിലർക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം, ചിലർ സുബൈക്ക് വേണ്ടി കൃത്യസമയത്ത് അലാറം വെക്കാറുണ്ട്. പക്ഷേ അലാറം പലരും അറിയത്തില്ല, ഓഫാക്കി കിടന്നുറങ്ങും. ചിലർ അലാറം വെച്ചാലും
അലാറം കിടന്നൊരു രാവിലെ വരെയും കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും, അലാറം വെച്ച് എഴുന്നേക്കില്ല, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങും. പക്ഷേ ഇങ്ങനൊന്നും സംഭവിക്കാതെ കൃത്യമായ സമയത്ത് ചാടി എഴുന്നേക്കും, ഉണരുന്ന ഒന്നാണ് അടുത്തതായി പറയുന്നത്. എന്താണ്? സൂറത്തുൽ കഹ്ഫിൻ്റെ 107, 108, 109, 110. അപ്പോൾ 107-ാമത്തെ ആയത്ത് മുതൽ 110-ാമത്തെ ആയത്ത് വരെ എന്ത് ചെയ്യുക? ഓതുക. കിടക്കാൻ നേരത്ത് ബെഡിലിരുന്നു കൊണ്ട് ഓതിയിട്ട് റഹ്മാനായ റബ്ബേ, ഞാൻ ഉദ്ദേശിച്ച ആ സമയത്ത് വെളുപ്പിനെ കൃത്യസമയത്ത് തന്നെ നീ ഉണർത്തണേ അല്ലാ എന്ന് ദുആ എന്നിട്ട് കിടന്നാൽ കൃത്യമായ ആ സമയത്ത് ഉണർന്നിരിക്കും. ഇത് മഹാന്മാരൊക്കെ ചെയ്യാറുള്ളതാണ് വെളുപ്പിന് ഉണരാൻ വേണ്ടി. ഇപ്പോഴല്ലേ അലാറും കാര്യങ്ങളൊക്കെ വന്നത് തന്നെ, മുമ്പൊന്നും അലാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായ സമയത്ത് നമുക്ക് ഉണരാൻ വേണ്ടി എന്ത് ചെയ്യുക? സൂറത്തുൽ കഹ്ഫിൻ്റെ 107, 108, 109, 110 ആയത്തുകൾ ഓതിയിട്ട് റബ്ബിനോട് ഏൽപ്പിച്ചിട്ട് കിടക്കുക. റബ്ബിനോട് പറയുക, ദുആ ഇറക്കുക. കൃത്യമായി ഉണരുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കേട്ടതും പറഞ്ഞതും എല്ലാം സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന ഇൽമാണ്. ഞാൻ ഇൽമ പറഞ്ഞു തരുന്നു, നിങ്ങളത് കേട്ട് പഠിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് കൂലി കിട്ടുന്നതാണ്, ഉപകാരം കിട്ടുന്നതാണ്. പിന്നെ എല്ലാവരും പൂർണ്ണമായി നമ്മുടെ എല്ലാ ക്ലാസ്സുകളും, എല്ലാ ദിവസവും അയക്കുന്ന ക്ലാസ്സുകളൊക്കെ പൂർണ്ണമായി കേൾക്കണം. ഇതുവരെ ഞാൻ അയച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്, മസ്അലകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, ഭൗതികമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് കേൾക്കണം. ഇപ്പം പുതുതായി കേൾക്കുന്നവരൊക്കെ കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നഈമി വിഷൻ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ ആ ചാനലിലിട്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് കുറച്ച് പേർ മാത്രമേ ചെയ്യാറുള്ളൂ. കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക? അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ കേട്ടു എന്ന് എനിക്കൊരു സന്തോഷമാകുമല്ലോ, അത് കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.